മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ഒരു സ്പെഷ്യൽ ദിക്ർ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചു തരുന്നു. അബൂദാവൂദിൽ നിന്നാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. മുസ്ലിം ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് വളരെ രഹസ്യമായി, അതല്ലെങ്കിൽ ചെറിയ ശബ്ദത്തിൽ പതുക്കെ പറഞ്ഞു, ഇദൻ സറഫ്ത മിൻ സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഫഖുൽ, നീ പറയണം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് നീ പറയണം. അല്ലാഹുമ്മ, പടച്ചവനെ, അജിർനി, നീ എനിക്ക് അഭയം നൽകണമേ, മിനന്നാരി, നരകത്തിൽ നിന്ന്, അഥവാ നീ നരകത്തിലേക്ക് പോവുകയില്ല എന്ന ഒരു വാക്ക് നീ എനിക്ക് നൽകണമേ. നരകത്തിലേക്ക് പോകുമെന്ന ഭയം നിനക്ക് വേണ്ട എന്ന ഒരു ആശ്വാസം നീ എനിക്ക് നൽകണമേ, നരകത്തിൽ നിന്ന് മോചനം നൽകണമേ എന്ന അർത്ഥം വരുന്ന ഈ ദുആ 7 മറാത്ത് 7 പ്രാവശ്യം ചൊല്ലുക. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 7 പ്രാവശ്യം ചൊല്ലുക. ഫഇന്നക ഇദാ ഖുൽത ദാലിക, 7 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ സുമ്മ മുത്ത മിൻ ലൈലതിക, ആ രാത്രി നീ മരിക്കുകയും ചെയ്താൽ കുതിബ ലക ജിവാറും മിൻഹാ, നിനക്ക് നരകമോചനം അല്ലാഹു തആല രേഖപ്പെടുത്തുന്നതാണ്. വ ഇദാ സ്വല്ലൈത സുബ്ഹ, സുബ്ഹി നിസ്കരിച്ചു എങ്കിൽ ഫഖുൽ, അന്നേരം കദാലിക, ഇപ്രകാരം തന്നെ പറയുകയും ചെയ്യുക. ഫഇന്നക ഇമ്മുത്ത മിൻ യൗമിക, അങ്ങനെ സുബ്ഹി നിസ്കരിച്ച് ഇതുപോലെ ഇതേ ദിക്ർ നീ ചൊല്ലിയാൽ, എന്നിട്ട് ആ ദിവസം നീ മരിക്കുകയും ചെയ്താൽ കുതിബ ലക ജിവാറും മിൻഹ, നിനക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നരകമോചനം എഴുതപ്പെടുന്നതാണ്, അല്ലാഹു തആല നിനക്ക് എഴുതുന്നതാണ്.